ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സെലീന. ഞാൻ ജില്ലാ ലോട്ടറി ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. എൻ്റെ 36 വർഷത്തെ സർക്കാർ സേവനത്തിന് ശേഷം 31/5/2024 ഞാൻ സർവീസിൽ നിന്നും വിരമിച്ചു. ആ വിരമിച്ചതിനോടനുബന്ധിച്ച് എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകളിൽ സാരിയായി ലഭിച്ച ഗിഫ്റ്റുകളാണ് ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇതാണ്. ഇതിനകത്ത് ഗോൾഡൻ ബോഡി, ഇത് മുന്താണി, പല്ലു മുന്താണി, ഇതും ബ്ലൗസ് വരുന്നത് ഗ്രീൻ. ഇതാണ് ഇതിന്റെ ഓക്കെ. ഇതാണ് സെക്കൻഡ് സാരി. ഈ സെക്കൻഡ് സാരി പിങ്ക് വിത്ത് യെല്ലോ ആണ്. പിങ്ക് ബോഡിയും യെല്ലോ ഒരു ലൈറ്റ് പച്ച മിക്സായി വരുന്നുണ്ട് ഇതിൽ. ഇതാണ് ഇതിന്റെ മുന്താണി. ബ്ലൗസും സെയിം തന്നെയാണ്. അപ്പൊ ഇത് മൂന്നാമത്തെ സാരിയാണ്. ഇത് വരുന്നത്, ഇതും പട്ടുസാരി മോഡൽ തന്നെയാണ്. ഇത് വരുന്നത് പീച്ച് കളറും വിത്ത് മജന്തയാണ്. ഇതാണ് ഇതിന്റെ മുന്താണിയും ഇത് ബോഡി. അടുത്ത സാരി ഇതാണ്. ഇത് ബോഡി കളർ, ബ്ലൂ മുന്താണി, ബ്ലൂ ബ്ലൗസും. ഇതാണ് ഇങ്ങനെയാണ് ഇതിന്റെ ബോഡി. പല്ലു ഇതേപോലെ വരും. ദിസ് വൺ. ഇത് നെക്സ്റ്റ് വൺ. ഇത് ടസറിന്റെ മോഡൽ സാരിയാണ്, ടസർ സാരിയാണ്. ഇത് ബോഡി ഫുൾ ഈ ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ഇതിന്റെ മുന്താണിയിൽ ഇതുപോലുള്ള ഈ ലൈൻസ് ആണ്. ഇതാണ് തേർഡ് വൺ. ഇത് നെക്സ്റ്റ് വൺ എംബ്രോയിഡറി സാരിയാണ്. അത് ഫുള്ളായിട്ടും ഈ ഇതിലേക്ക് ഇങ്ങനെ വന്നേക്കാണ്. കോപ്പർ സെറി ആൻഡ് ഗ്രീൻ സെറി വെച്ചിട്ടുള്ള സാരിയാണ്. ഫുൾ ഇതാണ് വന്നിട്ടുള്ളത്. ഇതാണ് ബോഡി. ഇതിന്റെ മുന്താണി വരുന്നത് ഇതാണ്. മുന്താണി ഭാഗം ഇതാണ് വരുന്നത്. വിത്ത് ബ്ലൗസ് ഈസ് റണ്ണിങ് ബ്ലൗസ്. ഇനി അടുത്തത് കോട്ടൺ സാരിയാണ്. കോട്ടൺ വിത്ത് ഹാൻഡ്ലൂം സാരി മോഡൽ വിത്ത് കോട്ട. ഇതിന്റെ മുന്താണിയും കളറും എല്ലാം ഏകദേശം സെയിം തന്നെയാണ്. റണ്ണിങ് ബ്ലൗസ്. ഇതാണ് മുന്താണി. ഫുള്ളി ത്രെഡ് വർക്ക് സാരിയാണ്. ഇതാണ് ഇതിന്റെ മുന്താണിയായിട്ട് വരുന്നത്. ഇനി അടുത്തത് ഒരു ഗാർഡൻ സാരിയാണ്. പണ്ട് ഗാർഡൻ സാരിയൊക്കെ ഇഷ്ടംപോലെ ഉടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഗാർഡൻ സാരിയൊക്കെ മേടിക്കാതായി. ഇത് ഗാർഡൻ സാരി ഫുൾ ഈ വർക്ക് തന്നെയാണ്. ഇത് ഗാർഡൻ സാരി സെയിം. ഇനി ഒരു കാഞ്ചീപുരം സാരിയാണ് വരുന്നത്. ഇത് നല്ല കോപ്പർ സൾഫേറ്റ് ബ്ലൂ ആണ്, നല്ല ബ്ലൂ ആണ്. ആ ബ്ലൂവിൽ തന്നെ ബ്ലൂവിന്റെ ത്രെഡ് വർക്കാണ് വന്നേക്കുന്നത്, ഡിജിറ്റൽ വർക്ക്. അതിലേക്ക് കോപ്പർ ലൈൻ ബോർഡറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബ്ലൗസും സെയിം തന്നെയാണ് വരുന്നത്. അത് ഇതുപോലെ വരും. ദിസ് വൺ. ഈ സാരി തന്നെയാണ് ഞാൻ റിട്ടയർമെന്റിന് ഉടുത്തത്. ഇത് അവർക്കത് ഉടുക്കണമെന്ന് നിർബന്ധമായിരുന്നു. റിട്ടയർമെന്റിന് അവർ മേടിച്ചു തന്ന സാരി ഉടുക്കണമെന്ന്. അപ്പൊ ഈ സാരി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എൻ്റെ റിട്ടയർമെന്റ് ഫോട്ടോയിൽ ഈ സാരിയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങളെ ജസ്റ്റ് എനിക്ക് ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതുകൂടി കാണിക്കാനായിട്ട് നിങ്ങളോട് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിന് ആഷ് കളർ ബോർഡറാണ്, ആഷ് കളർ ബ്ലൗസും. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ബ്ലൂ സെറി വർക്ക് വരുന്ന ഒരു സാരിയാണ്. ഗോൾഡൻ സെറി ആണ് ഇതിനകത്ത് വർക്ക് വന്നിരിക്കുന്നത്. ബൂട്ട മോഡലാണ്. ഒരു ബൂട്ട ടൈപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ബോർഡർ വന്നിരിക്കുന്നത് റെഡാണ്. റെഡിൽ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് പോലുള്ള വർക്കാണ് വന്നേക്കുന്നത്. ബ്ലൗസും റണ്ണിങ് ആണ്. റെഡ് ബ്ലൗസ് ആണ് വന്നേക്കുന്നത്. ഇതാണ് അതിന്റെ മുന്താണിയായിട്ട് വരുന്നത്. ഇത് അതിനോടനുബന്ധിച്ച് തന്നെയുള്ള ഒരു കാഞ്ചീപുരം സാരിയാണ്. ഈ കാഞ്ചീപുരം വയലറ്റ് വിത്ത് പീകോക്ക് ബ്ലൂ ആണ് വരുന്നത്. ഇത് റിട്ടയർമെന്റിന് ഉടുക്കണമെന്ന് മേടിച്ചിരുന്ന സാരിയാണ്. പക്ഷെ ഇത് അന്ന് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും മറ്റേ സാരി ഉടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ആ സാരി മാറ്റി, ഈ സാരി മാറ്റി അത് ഉടുത്തു.
ഇനി കിട്ടിയത് ഒരു ചുരിദാർ മെറ്റീരിയൽ ആണ്. അതിന് ഇങ്ങനെയാണ് അതിന്റെ വർക്ക് വന്നിരിക്കുന്നത്. ഗോൾഡൻ എംബ്രോയിഡറി വർക്കാണ് നെക്ക് ഭാഗത്ത് വന്നിരിക്കുന്നത്. പിന്നീട് താഴോട്ട് ചെറിയ ചെറിയ ബൂട്ടാസ്, ഗോൾഡന്റെ ബൂട്ടാസ് ആണ്. സെയിം ഷെയ്ഡ് തന്നെയാണ് പാൻറ്റും. അതിന്റെ ഷോൾ വന്നേക്കുന്നത് നല്ലൊരു ഷോളാണ്. സൈഡിൽ സ്കാലപ്പ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി വർക്കോട് കൂടിയ ഒരു ഷോളാണ്, നല്ല ഷോളാണ്. ഇതാണ് ആറന്മുള കണ്ണാടി. നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ കണ്ണാടിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ ബ്രോഷറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഓടൊപ്പമുള്ള ബ്രോഷർ. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഇതിൽ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇതാണ് അടുത്ത ഗിഫ്റ്റ്. ഇത് ഗോൾഡൻ കളറിലുള്ള ഒരു കപ്പലാണ്. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിനകത്ത് മൂന്ന് ആൾക്കാർ ഇതിനിടയിൽ നിൽപ്പുണ്ട്. നല്ല രസമായിട്ടുണ്ടല്ലോ. ഇത് പായ്ക്കപ്പൽ. ഇത് ഒരു ബാഗാണ്, ഒരു ഹാൻഡ് ബാഗ്. നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ പോകുമ്പോൾ വെറുതെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. പിന്നെ എനിക്ക് കിട്ടിയത് ഒരു ബുക്കാണ്. ഇത് മനുഷ്യന്റെ ഭൂമി. ഇതാണ് ഈ ബുക്കിന്റെ പേര്. എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വായനാശീലം മനസ്സിലാക്കി എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണിത്. അതുപോലെ തന്നെ മറ്റൊരു ബുക്കാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് കർണൻ. അടുത്തത് ഈ ഒരു പിക്ചറാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് എടുക്കുന്ന പടം പോലെ തന്നെ ഉണ്ട്. ഈ ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ള എൻ്റെ ഹസ്ബൻഡിന്റെ ഛായാചിത്രം പോലെ തന്നെ ഉണ്ട്. ഈ ഫോട്ടോ കണ്ടിട്ട് തിരുമുല്ലവാരം ആണ്, കൊല്ലം തിരുമുല്ലവാരം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത് ഒരു ചിത്രമാണ്. കണ്ടല്ലോ, കഥകളി വേഷത്തിലിരിക്കുന്ന കഥകളിയുടെ ഒരു ചിത്രമാണ്. അടുത്ത ചിത്രം ഇതാണ്. ഇതൊരു 3D ചിത്രമാണ്. ഇതാണ് ഇതിന്റെ വ്യൂ. ഈ മൊമെന്റോ ഇതെനിക്ക് റിട്ടയർമെന്റിന്റെ അന്ന് ജില്ലാ ലോട്ടറി ഓഫീസിൽ നിന്ന് തന്നതാണ്. ഈ മൊമെന്റോ ഇത് കരുനാപ്പള്ളി ഓഫീസിൽ നിന്ന് തന്ന മൊമെന്റോ ആണ്. ഇത് ലോട്ടറി എൽഡേഴ്സ് ഫോറം തന്നതാണ്. എന്നോടൊപ്പം സർവീസിലുണ്ടായിരുന്ന റിട്ടയർഡ് കൊല്ലം ഗ്രൂപ്പ് തന്ന മൊമെന്റോ ആണ്. കൊല്ലം ഓഫീസിൽ നിന്ന് എനിക്ക് തന്ന ഗിഫ്റ്റാണ്. ഗോൾഡ് കോയിൻ. പിന്നെ ഇതൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഈ മോതിരം, ഈ മാലയിലിട്ടിരിക്കുന്ന ലോക്കറ്റ് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഈ ലോക്കറ്റ് ഇടാനായിട്ട് തന്നെ ഞാൻ ഈ ഒരു മാലയും മേടിക്കേണ്ടി വന്നു. അപ്പൊ ഇതാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകളിൽ കുറച്ച് ഗിഫ്റ്റുകളാണ് നിങ്ങളോടിപ്പോ ഞാൻ കാണിച്ചത്. ഇനി കുറച്ച് ഗിഫ്റ്റുകൾ വേറെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പാത്രങ്ങൾ ടൈപ്പാണ്. എന്ന് വെച്ചാൽ ബിരിയാണി ചെമ്പ് പോലുള്ള പാത്രങ്ങൾ, അതിന്റെ വലുത് ചെറുത് അങ്ങനെയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് പാത്രങ്ങളായതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ കാണിച്ചില്ല. അത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പൊ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നന്ദി.